Dears, welcome back to Eagle Learning. Yes, അപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ എന്ന് വരുന്നുള്ള ആകാംക്ഷയിൽ അവരെ കാത്തിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് വരും, നാളെ വരും, ഇന്ന് വരും, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ ഒരു ടൈം ടേബിൾ ഉണ്ട്, അത് കാണിക്കല്ലേ അതേതാന്നുള്ളത്. അല്ല, നമ്മള് ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഉടനെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം 28-ന് ശേഷമാണ് ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് തന്നെയാണ് നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നമ്മളെ കയ്യിലുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം ടേബിൾ അത് തന്നെയാണ്. അല്ല, ശരിക്കും ഈ ടൈം ടേബിൾ, കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നിങ്ങളെ കാണിച്ച് എക്സാമിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വന്ന അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കുട്ടികളും ഇപ്പോഴും ക്രിസ്മസ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങളിപ്പോ കലോത്സവത്തിലൊക്കെ ആയി നടക്കുകയാണ്, ശ്രദ്ധിച്ചോ. ക്രിസ്മസ് എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ക്രിസ്മസ് എക്സാമിനുള്ളൂ. ഇനി 20 ദിവസം പോലും തികച്ച് നിങ്ങളുടെ മുന്നിലില്ല, 3 ആഴ്ച പോലും തികച്ചും നിങ്ങളുടെ മുന്നിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരുപാട് ദിവസമൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല ക്രിസ്മസ് എക്സാമിന്. ഒരു എക്സാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത എക്സാം ഉണ്ടാവും. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് കാണാം. 12-ാം തീയതി ഡിസംബർ 12-നാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് എക്സാം ആരംഭിക്കുന്നത്. പക്ഷെ ആർട്ടി ഇത്തവണ 9-ാം തീയതി തന്നെ ഹയർ സെക്കൻഡറിക്ക് എക്സാമുകൾ ആരംഭിക്കുന്നു കേൾക്കുന്നുണ്ട്. പക്ഷെ ടൈം ടേബിൾ എന്തായാലും പുറത്തു പടക്കം പൊട്ടുന്ന പോലെ 12-ഉം 13-ഉം 14-ഉം ഒക്കെ എക്സാം ആണ്. കണ്ടില്ലേ നിങ്ങൾ? കണ്ടിന്യൂസ് എക്സാം ആണ്, കണ്ടിന്യൂസ് അല്ലേ. 12-നും 13-നും ലാംഗ്വേജിന്റെ എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം 14-ാം തീയതി കെമിസ്ട്രി, 15-ാം തീയതി മാത്സ്. അതായത് ഏറ്റവും പേടിക്കുന്ന 2 സബ്ജക്റ്റുകൾ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേറിയ 2 സബ്ജക്റ്റുകൾ തന്നെയാണ് മാത്സും കെമിസ്ട്രിയും. +1-ൽ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് പഠിക്കാനുള്ളത് മാത്സിലാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സിന് ഏറ്റവും ടഫായിട്ട് ഉണ്ടായിരുന്ന സബ്ജക്റ്റും മാത്സ് തന്നെയാണ്. NCERT പല പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ പ്രീവിയസ് ഇയറിൽ ചോദിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇത്തവണ ഇംപ്രൂവ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്ന വിഷയം മാത്സും ബയോളജിയും തന്നെ. അതായത് കുട്ടികൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ എക്സ്പെക്ട് ചെയ്തിട്ടൊക്കെ പോകും എക്സാമിന്. പക്ഷേ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ സ്കൂൾ എക്സാം ആണ് നടന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബോർഡ് എക്സാം, അതിലൊരു എക്സാം നടന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ. നോക്കാം. 12, 13, 14, 15, അതിനുശേഷം 20, 21, 22. ഗ്യാപ്പ് വളരെ കുറവാണ്. ഇത്തവണയും ഒരു സാറ്റർഡേ സൺഡേ മാത്രമാണ് ഗ്യാപ്പായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ അതിനിടയിൽ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പ് കിട്ടുന്ന ദിവസത്തിൽ 4 ചാപ്റ്ററും 5 ചാപ്റ്ററും ഞാൻ ഒരുമിച്ച് പഠിക്കും എന്ന് കോൺഫിഡൻസോടുകൂടി പറയുന്ന കുറെ പേരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് എന്തില്ല, ഗ്യാപ്പ് ഇല്ല എന്നുള്ള കാര്യം. അതെ, ഒരു സാറ്റർഡേയും സൺഡേയും മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിനപ്പുറം കിട്ടിയ ഭാഗ്യം എന്ന് കരുതാം. ഇനി പറയാനുള്ളത്, ഇനി പല കുട്ടികളുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ തവണ ക്രിസ്മസ് എക്സാം എഴുതാൻ പോയ പലരും തെറ്റിദ്ധരിച്ച ഒരു കാര്യമാണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് മാർക്ക് വളരെ കുറവായിരിക്കും. അതായത് ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസ് കെമിസ്ട്രിന്റെ കേസിലാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്വാർട്ടർലി എക്സാമിന് ഉണ്ടാവും. ആ ക്വാർട്ടർലി എക്സാമിന് ആ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടാവൂല എന്നുള്ള പ്രതീക്ഷയിൽ പോയവരുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ചാപ്റ്റർ ആണ് ആർട്ടി പറയൂ. ഫസ്റ്റ് വൺ, ഹൂ ഡിസ്കവർഡ് പ്രോട്ടോൺ. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ഡിസ്കവറി സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത് സ്ട്രക്ചർ ഓഫ് ആറ്റം മനസ്സിലാക്കണം. നിങ്ങളുടെ ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റർ ആണ്, രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ അതിൽ നിന്നാണ്. IUPAC നെയിം ആണ് 123 അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്. IUPAC നെയിം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്. ദെൻ സ്ട്രക്ചർ ഓഫ് sp3 ഹൈബ്രിഡൈസേഷൻ. ഇറ്റ്സ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നതാണ്. അടുത്തത് ലാസ്റ്റ് 5-ാമത്തെ ചോദ്യം പല കുട്ടികൾക്കും സംശയമുണ്ട്. റിഡോക്സ് റിയാക്ഷൻ എക്സാമിന് ഉണ്ടായിരിക്കുമോ? റിഡോക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് റിഡോക്സിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റിഡോക്സ് വരെ എക്സാമിന് പ്രതീക്ഷിക്കണം. അതായത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 7-ാമത്തെ ചാപ്റ്റർ വരെ വെറും 2 ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും ക്രിസ്മസ് എക്സാമിന് ഒഴിവായിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ അനലൈസ് ചെയ്യുന്നതായിരിക്കും. 2024-ലെ ക്രിസ്മസ് എക്സാമിന്റെ 2023-ലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണിച്ചു. എനിവേ, കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നു നമുക്ക് നോക്കാം. നന്നായിട്ട് അനലൈസ് ചെയ്ത് വെച്ചു. ഇത് വലിയൊരു പാഠമാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട മാർക്കിനെ പറ്റി വ്യക്തമായ ധാരണ. ഇപ്പൊ അവസാനം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്ക് ചിലപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചാൽ ചിലപ്പോൾ 15 മാർക്ക് വരെ കിട്ടുന്ന
ചാപ്റ്റേഴ്സ് Chapters ഉണ്ട്. ഉണ്ട്. അപ്പോ കഴിഞ്ഞ വർഷത്തെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. 5 വർഷത്തെ വെയിറ്റേജ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ആദ്യം സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ ആണ്. പല കുട്ടികളും അതിന് പ്രാധാന്യം കൊടുക്കില്ല, പക്ഷെ 9 മാർക്കാണ് വരുന്നത് അല്ലേ അർത്തി? യെസ്, 9 മാർക്കാണ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചോദിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം, വെയിറ്റേജ് ഏറ്റവും കൂടിയ ചാപ്റ്റേഴ്സിൽ ഒന്ന് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററും സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. കുറച്ച് ലെങ്തി ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇനി 20 ദിവസം പോലും തികച്ച് നിങ്ങളുടെ എക്സാമിന് ഇല്ല എന്നുള്ള കാര്യം, 3 ആഴ്ച പോലും നിങ്ങളുടെ മുന്നിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ പ്രത്യേകത ആദ്യം പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നുകയും പിന്നീട് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുകയും ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. നല്ല രസമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ആദ്യം പഠിക്കുന്നത് ഭയങ്കര ടഫാന്ന് നിങ്ങൾ വിചാരിക്കാം, പക്ഷേ ഈസി. അടുത്തത് ക്ലാസിഫിക്കേഷൻ. എനിക്ക് തോന്നുന്നു സിമ്പിൾ ആണെന്ന് കരുതി പല കുട്ടികളും വിടുന്ന ഒരു ചാപ്റ്റർ, പക്ഷെ 12 മാർക്ക് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്, വളരെ കുറച്ച് പഠിക്കാനേ ഉള്ളൂ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് അവസാനം പഠിക്കുന്നവർക്ക്. സ്ട്രക്ചർ ഓഫ് ആറ്റവും ക്ലാസിഫിക്കേഷനും മാത്രം പഠിച്ചിരുന്നെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പാസ്സായനെ. പക്ഷെ നമുക്ക് ഇത്തവണത്തെ വെയിറ്റേജ് ഇങ്ങനെ തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. വേറൊരു കാര്യം, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ 1/4 ടൈം മതി ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ. വളരെ ഈസിയാണ്. നിങ്ങൾ 9th-ലും 10th-ലും ഒക്കെ പഠിച്ചതെന്ന് കുറച്ച് കൂടുതൽ. അവസാന നിമിഷം പഠിക്കാൻ വരുന്നവരോടാണ് ഞാൻ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ പഠിച്ചതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ചാപ്റ്റർ പഠിക്കാൻ. അതേപോലെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ലഭിക്കുന്നതുമായ മറ്റൊരു ചാപ്റ്റർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. റെഡി അല്ലേ? നല്ല രസകരമായ ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് അല്ലേ? ദെൻ സെക്കൻഡ് ടേമിലെ 3 ചാപ്റ്റേഴ്സ് ആണ് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ആൻഡ് റിഡോക്സ് റിയാക്ഷൻ. അതിൽ തെർമോഡൈനാമിക്സ് 12 മാർക്ക്, ഇക്വിലിബ്രിയം 14. ഇതിൽ തെർമോഡൈനാമിക്സ് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിനായിരിക്കും. അതിലെ പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് ഒക്കെ കുറച്ച് ടഫാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം ആയിരിക്കും. പക്ഷെ ഇത്തവണത്തെ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്തവണത്തെ പ്രത്യേകത നേരത്തെ തന്നെ +1 ക്ലാസ്സുകൾ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈമിൽ ഒരു എക്സാം ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിന്റെ വെയിറ്റേജ് ഇത്രയും കാരണം സ്കൂൾ എക്സാമേ നടന്നിട്ടുള്ളൂ. ശരിക്കും അതിൽ എന്ത് ചെയ്യാ, ഒരു ഹയർ സെക്കൻഡറി ബോർഡർ ക്വാർട്ടർലി എക്സാം നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സ്കൂളുകളിലാണ് സ്കൂൾ വൈസ് എക്സാം. പിന്നെ റിഡോക്സ് റിയാക്ഷന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അതിൽ കുറച്ച് പാർട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത്തവണ റിഡോക്സ് നമുക്ക് അത് അവരുടെ സ്കീം പ്രസിദ്ധീകരിച്ചതിന് ശേഷം സംസാരിക്കാം. എന്താണെന്നറിയോ, റിഡോക്സ് ഇത്തവണ കഴിഞ്ഞ വർഷം ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നുണ്ടായിരുന്നു നവംബർ മാസത്തിൽ. അപ്പൊ ഇംപ്രൂവ്മെന്റ് നടക്കുമ്പോൾ ഒരു 15 അധ്യയന ദിവസങ്ങൾ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത്തവണ അങ്ങനെയല്ല. ഇംപ്രൂവ്മെന്റ് എക്സാം നിങ്ങൾക്ക് അറിയാലോ, +1 ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നത് +2 ഒപ്പം മാർച്ചിലായിരിക്കും നടക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു 15 ദിവസം എക്സ്ട്രാ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിഡോക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ വെയിറ്റേജ് ഒന്ന് നോക്കുക. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് വന്ന ഓരോ ചാപ്റ്ററിലെയും ചോദ്യങ്ങളാണ്. അപ്പൊ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടന്റ് അല്ല, ഫസ്റ്റ് ടൈമിലെ പോർഷൻ ആണെന്ന് കരുതി നിങ്ങൾക്ക് വിട്ടുകളയാൻ പാടില്ല. +2 ഒരു 20% ഒക്കെ ചോദിക്കുമെന്ന് പറയാറുണ്ട്. എസ്പെഷ്യലി സ്ട്രക്ചർ ഓഫ് ആറ്റവും കെമിക്കൽ ബോണ്ടിങ് പോലുള്ള ചാപ്റ്റർ ഒരിക്കലും നിങ്ങൾ വിട്ട് കളിക്കരുത്. അപ്പോ ടൈം ടേബിൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ പുതിയ അപ്ഡേഷൻസുമായിട്ട് വരും. ആ അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ അപ്ഡേഷൻ വരുന്നത് മാത്രമല്ല, ജസ്റ്റ് ടൈം ടേബിൾ വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടൈം ടേബിളിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ആദ്യത്തെ കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടൈം ടേബിൾ കണ്ടാലേ അറിയാം, വെയിറ്റ് ചെയ്തിരുന്ന പണി കിട്ടുമെന്ന് ഉറപ്പാണ് മക്കളെ. അതാണ് നമ്മൾ പറഞ്ഞത്, ഗ്യാപ്പ് വളരെ കുറവാണ്. ചിലപ്പോ സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും ഒക്കെയാണ്. ഇവർക്ക് ഈ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഗ്യാപ്പ് കിട്ടണമെന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തവണ 20 എക്സാമുകൾ അവസാനിപ്പിക്കണമെന്നാണ് ഗവൺമെന്റ് തീരുമാനം. 20 സ്കൂളുകൾ ക്രിസ്മസ് വെക്കേഷൻ വേണ്ടി ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്യാപ്പ് കിട്ടണമെന്നില്ല. 12-ാം തീയതി തുടങ്ങി 20-ാം തീയതി അവസാനിക്കണം. 8 ദിവസമേ ഉള്ളൂ. നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? ചിലപ്പോൾ 9-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും ഒരു 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, ഉടനെ തന്നെ ടൈം ടേബിൾ എത്തുന്നതായിരിക്കും. ബട്ട് ടൈം ടേബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ടൈം ടേബിൾ അങ്ങനെ അറിയാനില്ല. പഠിച്ചു തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. അന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അല്ലേ? റെഡി. അപ്പോൾ നമുക്ക് കാണാം. ബൈ.